ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. മഴക്കാലത്തു മാത്രം പാമ്പുകളെ ഭയന്നാൽ മതിയോ? പോരാ. നിതാന്ത ശ്രദ്ധയും ജാഗ്രതയും വേണ്ട സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നവംബർ മുതൽ ജാനുവരി വരെയുള്ള കാലഘട്ടം ഉഗ്രവിഷമുള്ള മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി എന്നീ ഇനം പാമ്പുകളുടെ ഇണചേരൽ കാലമാണിത്. ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽക്കേ തന്നെ വെള്ളിക്കെട്ടൻ ഇനത്തിന് ഇണചേരൽ കാലം തുടങ്ങിയതായാണ് വിദഗ്ധ നിരീക്ഷണം. വിഷപ്പാമ്പുകളുടെ ഈ ഇണചേരൽ കാലത്ത് ജനങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് വാവാ സുരേഷ് സോഷ്യൽ മീഡിയകളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇണചേരൽ കാലം ജാനുവരി വരെയാണ്. ഇണചേരൽ കാലത്ത് ഈ വിഷപ്പാമ്പുകൾ നമ്മുടെ വീട്ടുപരിസരത്തും പറമ്പുകളിൽ മാത്രമല്ല റോഡരികുകളിലും കല്ലും കട്ടയും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം കൂടുതലായി കാണപ്പെടുന്നു. പകൽ സമയങ്ങളിൽ എവിടെയെങ്കിലും ചത്തതുപോലെ കിടക്കുന്ന മണ്ഡലിപ്പാമ്പ് രാത്രിയിൽ ഉഷാറാകും. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകൾ രാത്രി സഞ്ചാരികൾ കൂടെയാണ്. മൂർഖൻ പാമ്പുകൾ പകൽ സമയത്താണ് കൂടുതലും ഇരയെയും ഇണയെയും തേടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ രാത്രിയും പകലും ഒരുപോലെ ജാഗ്രതയുണ്ടാവണം. പാമ്പിനെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഒത്തിരിയാണ്. കോഴിക്കൂട്ടിൽ കോഴിമുട്ടയും കോഴിക്കുഞ്ഞിനെയും തിന്നാൻ വരുന്ന മൂർഖനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. കോഴിക്കൂടുകൾക്കിടയിലെ കോഴിക്കാഷ്ടവും അതിൻ്റെ മണവും പാമ്പിനെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. തൊട്ടയൽപ്പക്കക്കാരൻ്റെ അതിരിനപ്പുറം ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞു സ്വന്തം വീട്ടിൽ വൃത്തി പാലിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മൂർഖൻ പാമ്പിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ ചീഞ്ഞ മണം മൂർഖനെ വല്ലാതെ ആകർഷിക്കും. മാത്രമല്ല, ഈ അവശിഷ്ടങ്ങൾ കഴിക്കാനെത്തുന്ന എലി മൂർഖൻ്റെ ഇഷ്ടഭക്ഷണവുമാണ്. ഈ രണ്ടു കാരണങ്ങളാൽ സ്വന്തം പറമ്പിലോ അയൽക്കാരൻ്റെ പറമ്പിലോ ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. വീടിനകത്തായാലും പുറത്തായാലും ഊരിയിട്ട പാദരക്ഷകൾ വീണ്ടും എടുത്തുപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ പരിസരത്ത് വിറക് കൂട്ടിയിടുന്നത് പാമ്പിന് ഒളിത്താവളം ഒരുക്കും. വിറക് ചാരി വയ്ക്കുന്നത് ഒരു പരിധിവരെ അപകടം കുറക്കും. പാമ്പുകൾ ഇണചേരുന്ന ഈ സമയത്തും മഴക്കാലത്തും കായവും വെളുത്തുള്ളിയും സമമെടുത്ത് ചതച്ച് വെള്ളത്തിൽ കലക്കി വീടിന് ചുറ്റും എല്ലാം തളിക്കുന്നത് പാമ്പിനെ അകറ്റും. കൂടാതെ ആകാശ ഗരുഡൻ കിഴങ്ങ് വേലികളിൽ പടർത്തി വളർത്തുന്നത് പാമ്പിനെ അകറ്റും. നായ, പൂച്ച, കാക്ക എന്നിവ പ്രത്യേകം ശബ്ദം പുറപ്പെടുവിക്കുന്നതും എന്തിനെയെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും പാമ്പുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാകാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുലർച്ചെയും സന്ധ്യാസമയങ്ങളിലും കാൽനടയായി സഞ്ചരിക്കുന്നവർ നിലത്ത് അമർത്തി ചവിട്ടി ശബ്ദമുണ്ടാക്കി നടക്കുന്നതാണ് കൂടുതൽ ഉത്തമം.